आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. हिंदी साहित्य के दलित साहित्यकार ओम प्रकाश वाल्मीकि द्वारा लिखा कहानी दलित रचना शव यात्रा. पिछले कक्षा में हमने पढ़ा कि कल्लन अपने पिताजी से कहता है कि यहाँ गांव में कोई इज्जत नहीं है. चमारों की नज़र में भी हम सिर्फ बलहार है. तुम्हारी ही वजह से मैं यहाँ आता हूँ. कल्लन की बच्चे भी यहाँ माना नहीं चाहते. ये सब सुनकर सूरजा को गुस्सा आ जाता है. वो अपनी बेटे से कहता है कि यहाँ मत आना, मैं इसी तरह जीऊँगा, मेरा फिक्र मत करना. सूरजा को केवल उनकी बेटी संधू की चिंता है. अगर तुझे हमारी चिंता है तो ये टूटा फूटा घर पक्का बनवा के दे. इस पर कल्लन कहता है कि यहाँ मैं पैसे खर्च करने से मुझे क्या फ़ायदा है. सूरजा का गुस्सा फिर बढ़ जाता है और वह कहता है कि अपनी पैसे का धमकी मुझे मत देना. इसके बाद कल्लन पैसे की बंदोबस्त करने के लिए दिल्ली चला जाता है और एक हफ्ते के बाद वापस आता है और अपनी पिताजी से कहता है कि मिस्त्री से बात करो. कल्लन के साथ उनकी पत्नी सरोज और 10 साल की बेटी सलोनी भी आई थी. बेटे को वे उसकी ननिहाल में छोड़कर आ गए थे. ये सुनते ही सूरजा की आंखों में चमक आ जाती है. उसे कल्लन की बात पर विश्वास नहीं होता है, लेकिन कल्लन ने उसे विश्वास दिया था. वो उसी वक्त मिस्त्री की तलाश में निकल पड़ा था. इतना ही हम पिछले कक्षा में पढ़े थे. चलते हैं आगे की ओर. गांव में ज़्यादातर मकान സൂറത്ത് ടേക്കേദാറിനെ बनाए थे. അവരുടെ ഗ്രാമത്തിൽ മിക്ക വീടുകളും സൂറത്ത് റാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ഉണ്ടാക്കിയത്. ടേക്കേദാർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്. सूरत राम എന്നായിരുന്നു ആ കോൺട്രാക്ടറുടെ പേര്. सूरज उसी के पास पहुंचा. ठेकेदार जी मारा भी एक मकान बना दे. ഇത്രയും പ്രായമായ ക്ഷീണിതനായ സൂരജ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. കാരണം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീയാറായ വീട് പുതുക്കി പണിയുകയാണല്ലോ. അത്രയ്ക്ക് ഉത്സാഹത്തോടു കൂടിയാണ് ആ കോൺട്രാക്ടറിൻ്റെ അടുത്ത് എത്തിയത്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ठेकेदार जी हमारा भी मकान बना दो, ഞങ്ങളുടെയും വീട് ഉണ്ടാക്കൂ. सूरज राम ने पहले तो सूरजा को ऊपर से नीचे तक देखा. അത് കേട്ടതും നമ്മുടെ സൂറത്ത് റാം നമ്മുടെ സൂരജയെ അടിമുടി ഒന്ന് നോക്കി. ऊपर से नीचे तक, മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് നോക്കി. तन पर ढंग का कपड़ा नहीं और चला है पक्का मकान बनवाने. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മറയ്ക്കാൻ അത്യാവശ്യത്തിന് തുണി പോലും ഇല്ല. എന്നിട്ട് വീടുണ്ടാക്കാൻ വന്നിരിക്കുന്നു. താൻ എന്ന് പറഞ്ഞാൽ ശരീരം, ढंग का कपड़ा എന്ന് പറഞ്ഞാൽ മറയ്ക്കാനുള്ള തുണി. सूरत राम जल्दी में था. सूरत राम വളരെ ബിസി ആയിരുന്നു, അല്ലെങ്കിൽ ധൃതിയിലായിരുന്നു. ജൽദി ഉസെ കഹി ജാനാത്ത, അദ്ദേഹത്തിന് എവിടെയോ പോകേണ്ടതായിട്ടുണ്ട്. ഉസ്നെ ഹസ്കർ സുരാജ് കോ ഠാൽ ദിയ, ഒന്ന് ചിരിച്ചുകൊണ്ട് സൂരജയെ ഒഴിവാക്കി. ഠാൽ ദിയ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. ആജ് തോ ടൈം നാ ഹേ ഫിർ ബാത് കരേംഗെ, ഇന്ന് സമയമില്ല. ടൈം का मतलब है टाइम, समय.
ഫിർ ബാത് കരേംഗെ, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. സൂരജാനെ ഹാർ നഹി മാനി, സൂരജ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഹാർ, തോൽവി. സുബഹി വ മുँह अंधेरे निकल पड़ा था. അതിരാവിലെ തന്നെ, ഇരുട്ടത്ത് തന്നെ വീണ്ടും നമ്മുടെ സൂരജ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി. പാസ് കെ ഗാവ് മേ സാബിർ മിസ്ത്രി ത, അടുത്ത ഗ്രാമത്തിൽ സാബിർ എന്ന് പറയുന്ന ഒരു മേസ്ത്രി ഉണ്ടായിരുന്നു. പുരാന കാരിഗർ, വളരെ പഴയ ഒരു കാരിഗറായിരുന്നു. കാരിഗർ എന്ന് പറഞ്ഞാൽ ശില്പി. സൂരജാനെ ഉസേ അപ്നി ആനെ കാ മക്സദ് ബത്തായ, സൂരജ് അദ്ദേഹത്തോട് താൻ വന്നതിൻ്റെ ഉദ്ദേശ്യം, മക്സദ് ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം, ബത്തായ പറഞ്ഞു. സാബിർ മാൻ ഗയാത്ത, ठीक है मैं कल आके देख लूँगा, अपना മെഹനത്താന പേശകി ലൂങ്ക. അങ്ങനെ അദ്ദേഹം, സാബിർ എന്ന് പറയുന്ന മേസ്ത്രി സമ്മതിക്കുകയും നാളെ വന്നോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയും, പക്ഷേ അദ്ദേഹത്തിന് കൂലി, മെഹനത്നാന, അദ്ദേഹത്തിന് കൂലി, ആംദനി, പേശകി ലൂങ്ക, പേശകി എന്ന് പറഞ്ഞാൽ അഡ്വാൻസായിട്ട് എടുക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ പറഞ്ഞു. ठीक है मिस्त्री जी, അങ്ങനെ സൂരജ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ശരി മിസ്ത്രി ജി, കൽ ആ ജാവോ, നാളെ വന്നോളൂ. ജോഹഡ് പേ ഹി ഹമാര ഘർ ഹേ, ജോഹഡിലാണ് ഞങ്ങളുടെ വീട്. ഹമാര എന്ന് പറഞ്ഞാൽ ഹമാര. സൂരജ അപ്നി ഖുഷി ചിപ്പാ നഹി പാ രഹാ താ, സൂരജിക്ക് വളരെ സന്തോഷമാവുകയാണ് ഇവിടെ. അത് ഒളിപ്പിച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ലോഡത്തെ സമയം ഉസ്കെ പാവ് ജമീൻ പർ നഹി പഡ് രഹേ തെ, അപ്പോൾ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ, നമ്മുടെ സൂരജിയുടെ കാലുകളൊന്നും നിലത്തായിരുന്നില്ല. ജമീൻ പർ നഹി പഡ് രഹേ തെ, കാരണം അത്രയ്ക്കും സന്തോഷവാനായിരുന്നു. കംസോർ ശരീർ മേ ഭി ജൈസെ സൂർത്തി ഭർ ഗയി തി, വളരെ ക്ഷീണിതനായ ശരീരമാണ് അദ്ദേഹത്തിന്. ആ ശരീരത്തിൽ ഉന്മേഷം നിറഞ്ഞു. സൂർത്തി എന്ന് പറഞ്ഞാൽ ഉന്മേഷം. ജബ് തക് വോ ലോഡ് കർ ഘർ പहुंच ഈണ്ടോ ആ ചുക്കി തി, എപ്പോഴാണോ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയത് ആ സമയത്ത് ഇഷ്ടികയൊക്കെ വന്നിരുന്നു. കാരണം നമ്മുടെ കള്ളൻ ഇഷ്ടിക വരുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. ലാൽ ലാൽ ഈണ്ടോ കു ദേക്കർ സൂരജ് അപ്നി തഖാവട്ട് ഭൂൽ ഗയാ താ, ചുവന്നിരിക്കുന്ന ഇഷ്ടികളെ കണ്ടപ്പോൾ സൂരജ തൻ്റെ ക്ഷീണമൊക്കെ മറന്നു. തഖാവട്ട്, ക്ഷീണം. വ ഉല്ലാസ് സെ ഭർ ഉഠാ താ, വളരെ സന്തോഷവാനായി അദ്ദേഹം, വളരെ ഭരിതനായി. ഉസ്നെ ഏസി ഖുഷി ഇസ്സെ പെഹ്ലെ കബി മഹസൂസ് ഹി നഹി കീ തി, ഇത്രയ്ക്കും സന്തോഷം അദ്ദേഹത്തിന് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എപ്പോഴാണ്, അണ്ടർലൈൻ ചെയ്യുക. जोहड़ पार ईंटें उतारती देखना गांव के लिए किसी आश्चर्य से कम नहीं था. ജോഹടിനപ്പുറത്തായിട്ട് ഇഷ്ടികകൾ ഇങ്ങനെ ഇറക്കുന്നത് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആശ്ചര്യമായിട്ട് അല്ലെങ്കിൽ അത്ഭുതമായിട്ട് തോന്നി. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാരും ഇത്രയ്ക്കും ഇഷ്ടികകളൊന്നും വീടുണ്ടാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പൂരെ ഗാവ് മേ ജൈസെ ഭൂചാൽ ആ ഗയാ താ, ആ ഗ്രാമം മുഴുവൻ ഭൂകമ്പം വന്ന പോലെയായിരുന്നു. അതായത് എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഗാവ് കെ കൈ ലോഗ് ജോഹഡ് കെ കിനാരെ ഖഡേ തെ, ആ ഗ്രാമത്തിലുള്ള പലരും ഇത് നോക്കിക്കൊണ്ട് ജോഹഡിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. റാംജി ലാൽ കീർത്തൻ സഭ കാ പ്രധാൻ ത, മറ്റൊരു കഥാപാത്രമാണ്. एक नया കഥാപാത്ര है റാംജി ലാൽ. ഓ കീർത്തൻ സഭ കാ एक പ്രധാൻ ത, ഒരു പ്രധാനിയായിരുന്നു. കീർത്തൻ സഭയിലെ ഒരു പ്രധാനിയായ ഒരു വ്യക്തിയാണ് റാംജി ലാൽ. രവിദാസ് ജയന്തി पर रात भर കീർത്തൻ ചൽത്താ ത, രവിദാസ് ജയന്തി എന്ന് പറയുന്ന ദിവസം രാത്രി മുഴുവനും കീർത്തനം ഉണ്ടാകുമായിരുന്നു.
भीड़ में वह भी खड़ा था. ആ ജനക്കൂട്ടങ്ങളിൽ, അതായത് നമ്മുടെ സൂരജയുടെ പറമ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടിക ഇറക്കുന്നത് കണ്ട് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അതുകൂടാതെ രവിദാസ് ജയന്തി ദിവസം ഒരുപാട് കീർത്തനം നടക്കുന്നൊരു ദിവസമാണ്. ഒരുപാട് ജനങ്ങളുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ജബ് ഈ വ്യക്തിയും കൂടിയുണ്ട്, അത് രാംജിലാൽ ആ ജനക്കൂട്ടങ്ങളിൽ ഉണ്ട്, നിൽക്കുകയായിരുന്നു അദ്ദേഹവും. ജബ് ഉസ്സെ റഹാ നഹി ഗയാ തോ ചില്ലാക്കർ ബോല. അപ്പോൾ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട്. എന്നിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു, അബേ ഓ സൂരജ, യേ ഈണ്ടേ കോൻ ലായാ ഹെ. എടോ സൂരജ, ഈ ഇഷ്ടികയൊക്കെ ആരാണ് കൊണ്ടുവന്നത്? സൂരജാനെ ഉത്സാഹിത് ഹോക്കർ കഹ. അപ്പോൾ രാംജിലാൽ ഇത് ചോദിച്ച സമയത്ത് സൂരജ വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞു, ആജി ബസ് ഹമാരാ കള്ളൻ പക്ക ഘർ ബനവാ റിയാ ഹെ. അതെ, എൻ്റെ കള്ളൻ, ഞങ്ങളുടെ കള്ളൻ വീട്, വളരെ ഉറപ്പുള്ള വീട് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഈ ഇഷ്ടികയൊക്കെ. രാംജിലാൽ കി ആംഖേ ഫട്ടി രഹ ഗയി. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ കീർത്തൻ സഭയുടെ പ്രധാനിയായ രാംജിലാൽ, അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി, അമ്പരന്നു ഇത് കേട്ടതും. ആംഖേ ഫട്ടി രഹ ഗയി എന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവുക അല്ലെങ്കിൽ അമ്പരക്കുക. अपने भीतर उठते ईर्ष्यादेश को दबाकर उसने कहा, यो तो चौकी बात है सूरजा, पर पक्का मकान बनवाने से पहले प्रधान जी से तो पूछ लिया था या नहीं. തൻ്റെ ഉള്ളിലുള്ള അപ്പനെ ഭീതർ ഉടുത്തെ, തൻ്റെ ഉള്ളിലുള്ള അസൂയയും ദേഷ്യവും ഒക്കെ അമർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാംജിലാൽ പറഞ്ഞു, യേ തോ ചോക്കി ബാത്ത്, ഇത് നല്ല കാര്യമാണ്. ചോക്കി കാ മത്ലബ് അച്ഛ കാര്യം, അച്ഛ ബാത്ത്, ഇത് നല്ല കാര്യമാണ് സൂരജ. പക്ഷേ പക്ക മക്കാൻ ബർവാനെ സെ പെഹലെ, അടിച്ചുറപ്പുള്ള ഒരു വീടുണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് പ്രധാൻജി സെ തോ പൂച്ച് ലിയാത്ത യാ നഹി, അവിടുത്തെ ഗ്രാമത്തിലെ മുഖ്യനെ അറിയിച്ചിരുന്നോ അല്ലെങ്കിൽ ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പ്രധാൻജി എന്ന് പറഞ്ഞാൽ മുഖ്യൻ എന്നാണ് അർത്ഥം. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. धन्यवाद.